പൊട്ടിച്ചേരുക കുറച്ച് ഉപ്പിട്ടേ മതിയോ? അത് പൈസ മന്മാരുടെ തരൂ തരൂ എന്തായാലും തരൂ കൊറേ ആയല്ലോ. തരൂ ഓരോ സുധി ഇതിന് സോഡ വാങ്ങിച്ചാൽ ഞാൻ വെള്ളം വാങ്ങിക്കാനല്ലേ പറഞ്ഞു. വെള്ളായാലും സോഡയാലും നല്ലേ കുറച്ച് ആശ്വാസം കിട്ടൂലേ കേട്ടാ. ഞാൻ കുടിക്കാനല്ല ചോദിച്ചത്. രണ്ട് ഈ വൈപ്പറിൽ ഇതിലേക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മേടിക്കാൻ പറഞ്ഞത്. പൈസ ഞാൻ കൊടുത്തിരുന്നാ മതി കേട്ടാ. ഏയ് ഈ സോഡയുടെ പൈസ ഞാൻ തരൂല, നീ എവന്റെ തന്നെ വാങ്ങിച്ചോളണേ. ഞാൻ പണിയില്ല. നീ പണിയില്ലെങ്കിൽ പണിക്ക് പോകണം. ചുമ്മാ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. പണിക്കാരും വിളിച്ചാൽ പോവുകയും ചെയ്യും. ഇവിടെ ഒരു ഓട്ടോ ഉണ്ടോ? ഓട്ടോ വിളിച്ചിട്ട് വരാം. ആണോ ഒരു ഓട്ടോ പോവാം. എവിടെ പോയി? ആശുപത്രി വരെ 2 കിലോമീറ്ററിൽ നടന്നു പോടേ. എന്തിനാ ഓട്ടോ വിളിക്കണേ? എന്നാ പൈസ തരാന്ന്. പൈസ ഞാൻ ചോദിക്കണ പൈസ നീ തരുമോ? പിന്നെ അവിടെ വരെ പോകാനുള്ള പൈസ ഞാൻ തരും. നീ 500 രൂപ എങ്കിൽ ആശുപത്രിക്ക് ഞാൻ കൊണ്ടുപോകാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓട്ടോയുടെ ഫുള്ള് പൈസ ഞാൻ തരാം. ഭർത്താവ് അടിക്കാതെ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ പോയി വിളിച്ചിട്ട് പോകും. അതെനിക്കറിയാം. ചങ്ങായി നടക്കണോ, ആരോഗ്യം ഉണ്ടാട്ടെ. 2 കിലോമീറ്റർ പോകാൻ ആട്ടോയിലേ പോകുള്ളൂ. കള്ളു കുടിക്കാനുള്ള പൈസ വേണേ മേടിച്ചോ. ഇന്ന് പണിക്ക് പോയില്ലേ? ഇന്ന് പണിയില്ലല്ലോ. അണക്ക് പണിയില്ലേ? നിങ്ങൾക്ക് പണിയുണ്ടായിരുന്നു. എനിക്ക് സുഖല്ലടാ. രാവിലെ വിളിച്ചപ്പോ എന്തൊരു മേല് കൈമാന. 365 ദിവസം സൂക്കേടാണ് നിനക്കില്ലേ? ഒരു ചെറുക്കപ്പോ ഓട്ടം വന്ന 2 കിലോമീറ്റർ പോയി ആട്ടമാണ്. ഞാൻ നടന്നു പോകാൻ പറഞ്ഞു. 10 കിലോമീറ്റർ എങ്കിലും വേണ്ട മിനിമം, എന്നാലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. എന്റെ ഒരു കാര്യം അത് ഒന്നാമത് ഫുള്ള് സ്പിരിറ്റ് ആണ് ഇപ്പൊ കത്തിയനെ. ഞാൻ അടുത്ത വീടിയല്ലേ ഞാൻ ചോദിച്ചിനി. ആരൊക്കെ പൈസ കൊടുക്കല്ല. നിങ്ങൾ ഗ്രൂപ്പോടെ പറ്റിക്ക് ഇറങ്ങിയിരിക്കണം. ഒരാള് സോഡ, ഒരാള് ബീഡി. കഷ്ടം. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. സുഖേട്ടാ, നിങ്ങൾ രാഘവേട്ട അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നല്ലോ. എന്തിന്? എന്തോ അഡ്വാൻസ് മേടിച്ചിട്ട് എന്തോ പണിക്ക് പോയിരുന്നിട്ട്. തൊഴുത്തിന്റെ പണിക്കാത്തേ എന്തിനാ പോവാത്ത? രാഘവേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരനാ. ആ ബഹുമാനൊക്കെ ഉണ്ട്. പക്ഷെ മൂപ്പരുടെ മകണ്ടല്ലോ സത്യൻ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ ഒപ്പം പഠിച്ചവൻ. അതുകൊണ്ട് അപ്പൊ ഇപ്പോഴല്ലേ ഗൾഫിൽ പോയിട്ട് പുത്തമണക്കാരനായത്. ആ അഹങ്കാരം ഇങ്ങോട്ട് കാണിക്കാൻ പാടും. അപ്പൊ ഫോൺ വിളിച്ചിട്ട് സുഗത ആ തൊഴുത്ത് ഇങ്ങനെ കെട്ട്, തെങ്ങും തെങ്ങും ഇങ്ങനെ വെക്ക്, കിണറിന്റെ മതിൽ ഇങ്ങനെ കെട്ട്. ഇവരാരെ വലിയ മുതലാളി നമ്മളോടാക്കിയാ. അത് കാശ് മുടക്കണമെന്ന് അവന്റെ ഐഡിയ ഒക്കെ കാണും. അപ്പൊ അതൊന്ന് പറഞ്ഞു തന്നിരിക്കും. അതിനിപ്പോ എന്താണ്? അഭിമാനം വിട്ട് സുഖേട്ടന് വേറെ പരിപാടിയില്ല. അഡ്വാൻസ് വെച്ച് നക്കി. അപ്പൊ അഭിമാനമൊന്നുമില്ല അല്ലേ? 2 ദിവസം ഞാനിപ്പോ ഷെയർ ഇട്ടത് അതല്ലേ. ഇതൊക്കെ തന്നെ നിങ്ങളെയൊക്കെ പരിപാടി. ഇന്ന് ഞാൻ ഇല്ല ഷെയർ. എനിക്ക് വേറൊരു ഓട്ടം വരും. ആ ഓട്ടം വരുമ്പോൾ ഞാൻ സാധനം എടുക്കാൻ ബീവറയിലാണ് പോണത്. പോയി കഴിയുമ്പോൾ അവരെനിക്ക് ചെറുത് തരും. ഞാൻ ഇന്ന് അത് അടിച്ചോളാം. നിങ്ങളെ കൂടെ ഒക്കെ ഷെയർ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ കബർ നക്കി ജീവിച്ചടാ. കാശുണ്ട് പിന്നെ ഇങ്ങോട്ട് പോണ്. ശരി ചേട്ടാ, ഈ രാഘവൻ ചേട്ടാ വീഡിയോ എവിടെ? ആരുടെ? രാഘവൻ ചേട്ടൻ ഇവിടെ നേരെ പോണം. റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് റൈറ്റ് സൈഡിൽ ഒരു നീല ഗേറ്റിന്റെ വീടുണ്ട്. നീല ഗേറ്റ് അവിടെ. എന്താ കാര്യം? അവിടെ കുറച്ച് പണിയുണ്ട്. തൊഴുത്തിന്റെ പണിയാണോ? അയ്യോ, രാഘവൻ ചേട്ടൻ മർഗയ ചത്തു. മോർണിംഗ് രാവിലെ ഞങ്ങൾ പോയിട്ട് ക്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജാവോ രാഘവൻ ചേട്ടൻ മരുകയ പോലെ മരുകയ. ഞാൻ അവിടെ പോയിട്ട് കാര്യമില്ല. പോയിക്കോ. ജാവോ ഭാരത് മാർക്ക് ചെയ്യും. ഗോയ ഹിന്ദിക്കാരാണ്, നമ്മള് ഹിന്ദി പറയണം. എന്തോന്നല്ലേ എന്ത് ആവശ്യമില്ലാത്തൊക്കെ പറയണത്. നീ പണിക്ക് പോയും ചെല്ലു, പണിക്ക് പറഞ്ഞ പണിക്ക് വിടുകയും ചെയ്യരുത് കേട്ടാ. എടാ, ഞാൻ അഡ്വാൻസ് മേടിച്ച പണിയാണത്. അത് വേറൊരാൾ ചെയ്യണ്ട. എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം രാഘവേട്ടൻ. ഒന്ന് ചെയ്തു തരുമോ സുഗത, ഒന്ന് വാ സുഗത പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോ ഒരു സുഖം. അങ്ങനെ എന്റെ പണി വേറെ ആരും എടുക്കണ്ട. എന്തുകൊണ്ടാ എന്നെയും കൂട്ടുവന്നു.